പരിശുദ്ധ സുറിയാനി സഭയുടെ പ്രാരംഭ കാലഘട്ടം മുതൽ തന്നെ പ്രതിസന്ധികൾ നിറഞ്ഞു നിന്നിരുന്ന സഭയാണ് ആഗമാന സുറിയാനി സഭയുടെ ഭാഗമായ മലങ്കരയിലെ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ. 1970കളിലെ പ്രതിസന്ധികളിൽ പരിശുദ്ധ സഭ ആടി ഉലഞ്ഞപ്പോൾ ഇസ്രയേൽ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം മോശയെ തെരഞ്ഞെടുത്തതുപോലെ പരിശുദ്ധ സഭയെ നയിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായ പെരുമ്പള്ളിൽ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ്, തോമസ് മോർ ദിവന്നാസ്യോസ്, കുര്യാക്കോസ് മോർ കൂറിയിലോസ് എന്നീ പിതാക്കന്മാരുടെ മുൻപിൽ പരിശുദ്ധ സഭാമക്കൾ നന്ദി കരേറ്റുന്നു. പരിശുദ്ധ സഭയുടെ മണിനാഥമായിരുന്ന അഭിമന്യ പിതാവായ പെരുമ്പള്ളിൽ മോർ ഗ്രിഗോറിയോസ് തിരുമേനി നമ്മിൽ നിന്നും ദൈവതിരുസന്നിധിയിലേക്ക് കടന്നുപോയിട്ട് 25 വർഷം പിന്നിടുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ പരിശുദ്ധ സഭ കണ്ണുനീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നു. ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് നഗർ ഇന്ന് ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. A warm welcome to His Holiness More Ignatius Ephraim II Patriarch, His Beatitude Basilios Thomas I Catholicosi, His Eminence Joseph More Gregorios, His Eminence Thomas More Timotheos, and all the bishops, chorepiscopos, rambakans, priests, deacons, nuns, the dignitaries, and all the believers of the Holy Church to the More Gregorian Retreat Center. പരിശുദ്ധ സുറിയാനി സഭയുടെ വളർച്ചയുടെ നാൾവഴികളിൽ നാഴികക്കല്ലായി മാറിയിട്ടുള്ളത് ദേറാപ്രസ്ഥാനങ്ങളാണ്. സഭയുടെ ആരാധനകൾ രൂപം കൊണ്ടിട്ടുള്ളതും അനേകം വിശുദ്ധന്മാരെ രൂപപ്പെടുത്തിയിട്ടുള്ളതും സഭയുടെ സന്യാസ പ്രസ്ഥാനങ്ങളാണ്. സന്യാസ പ്രസ്ഥാനത്തിൻ്റെ മാർഗദീപമായ മോർ അന്തോണിയോസിൻ്റെ ജീവിതപാത പിന്തുടർന്ന പരിശുദ്ധനായ പരിമല കൊച്ചുതിരുമേനി മലങ്കര സഭയുടെ അനുഗ്രഹത്തിൻ്റെ നീരുറവയായി നിലകൊള്ളുന്നു. 2017 ജൂലൈ മാസം 3-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള വിധി പരിശുദ്ധ സഭയെ ഇല്ലായ്മ ചെയ്യുവാൻ തക്ക പ്രഹരശേഷിയുള്ളതായിരുന്നു. 62ഓളം ദൈവാലയങ്ങൾ നഷ്ടപ്പെടുന്നു. വിശ്വാസികളെ ദൈവാലയങ്ങളിൽ നിന്നും ഇറക്കിവിടുന്നു. മരണപ്പെട്ടവർക്ക് പോലും ഉചിതമായ ശവസംസ്കാരം ലഭ്യമല്ലാതെ പോകുന്നു. തരുണത്തിൽ പരിശുദ്ധ സഭ നെഞ്ചോട് ചേർത്ത് പിടിച്ച വിശ്വാസം കാത്തുസൂക്ഷിച്ച് മുൻപോട്ടു പോകുക എന്നുള്ളത് ഒരു വെല്ലുവിളിയായി മാറിയ സാഹചര്യത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളുടെ കൂട്ടായ്മയാണ് മോർ അന്തോണിയോസ് ഇവാഞ്ചലിക്കൽ മിഷൻ. മൊറാൻമോർ ഇഗ്നാത്തിയോസ് എഫ്രേം ദിദിയൻ ബാവായുടെ കയ്യൊപ്പോടുകൂടി ആരംഭിച്ച ഈ മഹൽ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ സംരംഭമാണ്
മോർ അന്തോണിയോസ് മൊണാസ്ട്രി. സുറിയാനി സഭ പാരമ്പര്യങ്ങളെ കാത്തുസൂക്ഷിക്കുക, സുറിയാനി ഭാഷാപഠനം സാധ്യമാക്കുക, വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുക, വിശ്വാസത്തിൽ നിലനിർത്തുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായാൽ അംഗീകരിക്കപ്പെട്ട ഒരു നിയമാവലിയോടുകൂടി ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ കീഴിൽ എക്കാലവും നിലനിൽക്കുവാൻ തക്കവണ്ണമാണ് ഈ ആത്മീയ പ്രസ്ഥാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ നൂറ്റാണ്ടിൽ പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുവാൻ രക്തസാക്ഷികളായവരുടെയും പാലായനം ചെയ്തവരുടെയും അംഗവൈകല്യം സംഭവിച്ചവരുടെയും അനാഥരാക്കപ്പെട്ടവരുടെയും ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്നുപോലും അറിയില്ലെങ്കിലും ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന ആലപ്പോയിലെ വലിയ തിരുമേനി അഭിമന്യ പിതാവായ ഗ്രിഗോറിയോസ് ഇബ്രാഹിം യോഹന്നാൻ മെത്രാപ്പോലീത്തായുടെ ത്യാഗോജ്ജലമായ ജീവിതത്തിന്റെ ഓർമ്മയ്ക്കായും മലങ്കര സഭാ മക്കളുടെ സ്നേഹസമ്മാനമായി പരിശുദ്ധ പിതാവായ മോറാൻമോർ ഇഗ്നാത്യോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയർക്കീസ് ബാവായുടെ തൃപ്പാദത്തിങ്കൽ വിനയപൂർവ്വം ഈ മൊണാസ്ട്രി സമർപ്പിക്കുന്നു. സിറിയയിലും ഇറാഖിലുമായി മരണമടഞ്ഞ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി നമുക്കെല്ലാവർക്കും ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം.